നമസ്കാരം. ചൈനീസ് അതിർത്തികളിൽ ഇന്ത്യ വലിയ തയ്യാറെടുപ്പുകൾ വളരെ വേഗത്തിൽ നടത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലഡാക്കിലെ തന്ത്രപ്രധാനമായ ലേ എയർബേസിൽ രണ്ടാമത്തെ റൺവേയുടെ നിർമ്മാണത്തിൽ കാര്യമായ പുരോഗതി പുതിയ സാറ്റലൈറ്റ് ഇമേജറി വെളിപ്പെടുത്തുന്നുണ്ട്. ചൈനയുമായുള്ള സംഘർഷങ്ങൾക്കിടയിലും ഈ വികസനം യഥാർത്ഥ നിയന്ത്രണ രേഖയിലും സിയാച്ചിൻ ഹിമാനിയിലും ഇന്ത്യയുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ഏകദേശം 2000 മീറ്റർ നീളമുള്ള പുതിയ റൺവേ ലേ എയർബേസിൽ നിലവിലുള്ള 3255 മീറ്റർ റൺവേയെ പൂർത്തീകരിക്കും. നിർമ്മാണം ഏകദേശം 40% പൂർത്തിയായതായി തോന്നുന്നുണ്ട്. ഇത് സ്ഥിരമായ പുരോഗതിയെ സൂചിപ്പിക്കുന്നുണ്ട്. തന്ത്രപ്രധാനമായ ലഡാക്ക് മേഖലയിൽ യുദ്ധവിമാനങ്ങൾ, ഗതാഗത വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ വിന്യസിക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവ് രണ്ടാമത്തെ റൺവേ കൂടി കൂട്ടിച്ചേർക്കും. ഇത് പ്രവർത്തന വഴക്കം മെച്ചപ്പെടുത്തുകയും തിരക്ക് കുറയ്ക്കുകയും ഏത് സുരക്ഷാ ഭീഷണികളോടും വേഗത്തിലുള്ള പ്രതികരണം ഉറപ്പാക്കുകയും ചെയ്യും. ലേ എയർബേസ് ഉയർന്ന ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കഠിനമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ അനുഭവപ്പെടുന്നുമുണ്ട്. പുതിയ റൺവേ ഒരു ബദൽ ലാൻഡിംഗ് ഓപ്ഷൻ നൽകും, പ്രത്യേകിച്ച് മോശം കാലാവസ്ഥയുടെ സമയത്തോ നിലവിലുള്ള റൺവേ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സമയത്തോ. ഇത് വർഷം മുഴുവനും തടസ്സമില്ലാതെ എയർ ഓപ്പറേഷൻ ഉറപ്പാക്കും. രണ്ടാം റൺവേയുടെ നിർമ്മാണം നിയന്ത്രണ രേഖയിലെ ഉയർന്ന സംഘർഷങ്ങൾക്ക് മറുപടിയായി ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമായാണ് കാണുന്നത്. ഇത് മേഖലയിലെ ഇന്ത്യയുടെ സൈനിക നിലയെ ശക്തിപ്പെടുത്തുകയും ഏതെങ്കിലും ആകസ്മിക സാഹചര്യങ്ങൾ ഉണ്ടായാൽ സൈനികരെയും ഉപകരണങ്ങളെയും വേഗത്തിൽ വിന്യസിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജാഗ്രത പാലിച്ചുകൊണ്ട് ചൈനീസ് അതിർത്തി മേഖലകളിൽ സുരക്ഷയ്ക്കായി വലിയ കരുതലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.